ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഓണം ഹാപ്പി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. കുറേ നാളായി ഓണത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നല്ലോ. ഇന്ന് നമുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു റെസിപ്പി നോക്കിയാലോ. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് നൂഡിൽസ്. പാക്കറ്റ് നൂഡിൽസ് അത്ര ഹെൽത്തിയുമല്ല. അപ്പോൾ പിന്നെ അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു നൂഡിൽസ് വീട്ടിൽ തയ്യാറാക്കിയാലോ. ശരി, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 200 ഗ്രാം നൂഡിൽസ് വേണം. പാക്കറ്റ് നൂഡിൽസാണ്. ഇനി വെജിറ്റബിൾസ് ആണ്. ഒരു ക്യാപ്സിക്കം ഞാൻ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, വെളുത്തുള്ളി 2 എണ്ണം സ്ലൈസ് ചെയ്തത്, ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ സ്ലൈസ് ചെയ്തത്, ഒരു പച്ചമുളക്, ഒരു ഇടത്തര സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തത്, പിന്നെ 4 മുട്ടയും. നമുക്കൊരു പാത്രം വെച്ചിട്ട് 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ആ നൂഡിൽസ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് നൂഡിൽസ് ഒന്ന് വേകേണ്ടതുണ്ട്. ഞാനിതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിതിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. സൺഫ്ലവറോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഇത് മാക്സിമം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേഗം. നമുക്കത് വെന്തോന്ന് നോക്കാം. ഇതിവിടെ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വാർത്തെടുക്കണം. ഞാനതൊരു അരിപ്പയിൽ ഇട്ടിട്ടുണ്ട്. ഇനി അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നൂഡിൽസ് ഒറ്റയായിട്ട് കിടക്കും. നമുക്കൊന്ന് കയ്യിലെടുത്ത് നോക്കാം. ഇത് ഒട്ടിപ്പിടിക്കുന്നേ ഇല്ല. ശരി, നമുക്കിത് കുക്ക് ചെയ്യാം. നമുക്കിതിനൊരു വലിയ പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പൊട്ടിച്ച് വെച്ച മുട്ടയൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റ് വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വഴന്ന് വരണ്ട. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ മതിയാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. നോക്കിയിട്ട് ചെയ്യുക. അതുപോലെ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ ചേർത്തത്. ഇനി നമുക്ക് നൂഡിൽസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. റെസ്റ്റോറൻറ്റിലെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ 1-2 സോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോസ് ഉണ്ടെങ്കിൽ അതായാലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി എഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം. സാധാരണ നമ്മൾ മാഗി, ഇപ്പി നൂഡിൽസിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല ഇത്. ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. അതുപോലെ തന്നെ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയാക്കി കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് കുട്ടികളെ സന്തോഷിപ്പിക്കാനും സാധിക്കും. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഇത് വളരെ ഇഷ്ടമാകും. തീർച്ചയായും നിങ്ങളിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.